السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഭാഗമാണ് ലാമുൽ ഫിഅലിനെ ഇൽഹാർ ചെയ്യേണ്ടത്. ലാമുൽ ഫിഅലിന് രണ്ടവസ്ഥകളുണ്ട്. സുക്കൂൻ നൽകപ്പെട്ട ലാം, ഫിഅലിൽ വരുന്ന ലാം. അതാണ് നമ്മളെ പഠന വിഷയം. ഇന്നലെ അതിലെ ഒന്നാമത്തെ ഭാഗം മനസ്സിലാക്കി. ഇദ്ഗാം ചെയ്യണം. ഖുർ റബ്ബി ഖുൽ ലാ അസ്അലുക്കും യജ്അൽ ലക്കും. അതായത് സാക്കിനായ ലാമ് ഫിഅലിൽ വരുമ്പോൾ ശേഷം തൊട്ട് പിന്നിൽ ലാമോ റാവോ എന്ന ഇദ്ഗാം ചെയ്യണം എന്നത് പറഞ്ഞു മനസ്സിലായി കഴിഞ്ഞതാണ്. ഇനി ഇൽഹാർ ചെയ്യേണ്ടതിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇൽഹാർ ചെയ്യേണ്ടത് ബാക്കിയുള്ള 26 ഹർഫുകളും ഈ ലാമോ റാവോ ഒഴിച്ച് ബാക്കി 26 ഹർഫുകളിൽ ഏതൊന്ന് വന്നാലും അവിടെ ഒക്കെയും ഇൽഹാർ ചെയ്യണം. അത്ര തന്നെയാണ് അത് മനസ്സിലാക്കാനുള്ളത്. കൂടുതലൊന്നും ആ വിഷയത്തിൽ പ്രത്യേകിച്ച് അറിയേണ്ടതായിട്ടില്ല. അർസൽന, ജഅൽന, ളലൽന ഇത്തരം പദങ്ങളെ കൂടുതൽ സൂക്ഷിക്കേണ്ടതാണ്. അവിടെ ഓതുമ്പോൾ ചിലർക്കെങ്കിലും ജഅൽനാന്ന് ആയിപ്പോവും. അത് സൂക്ഷിക്കണം. ജഅൽന എന്നായിപ്പോയത് ജഅൽന വ്യക്തമാക്കി. ളലൽന, അർസൽന ഇത്തരം പദങ്ങളെ സൂക്ഷിക്കേണ്ടതാണ് ഒന്ന്. രണ്ടാമതായി സാക്കിനായ ലാമിന് ശേഷം 26 അക്ഷരങ്ങൾ വരുന്നത് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ടാകും. അത് പ്രത്യേകിച്ച് പറയേണ്ടതോ പരിശീലിക്കേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അർസിൽ മഅന, അൻസിൽ അലൈന, ഖുൽ ഹുവല്ലാഹ്, ഖുൽ നഅം ഇത്തരം ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ധാരാളം കാണാം. എന്നാൽ ഖുൽ നഅം എന്ന പദത്തിൽ കൂടുതൽ സൂക്ഷ്മത ആവശ്യമാണ്. ലാമും നൂനും അടുത്ത മഖ്റജ് ആയതുകൊണ്ട് ഇദ്ഗാമായി പോവാൻ സാധ്യതയുണ്ട്. ഖുൽ നഅം എന്നൊക്കെ ചിലർക്ക് തെറ്റിപ്പോകും. അത് സൂക്ഷിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർക്കുക. എന്നാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയം, എന്തുകൊണ്ടാണ് അൽ നാസ് എന്ന് പറയാതെ അന്നാസ് എന്ന് ലാമു താരീഫിന് ശേഷം നൂന് വരുമ്പോൾ ഇദ്ഗാം ചെയ്യുന്നു? ഇദ്ഗാം ഷംസി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, മനസ്സിലാക്കി കഴിഞ്ഞ ഭാഗമാണ്. എന്നാൽ അവിടെ ഇദ്ഗാം ചെയ്യുകയും ഖുൽ നഅം എന്ന് പറയുമ്പോൾ ഇദ്ഗാം ചെയ്യാതെ ലാമുൽ ഫിഅലിന് ശേഷം ഇൽഹാർ ചെയ്യുകയും ചെയ്യുന്നു എന്ന് സ്വാഭാവികമായും ചോദിക്കും. അതിനുള്ള മറുപടി, അത് ഫഹിയ അഹ്വജു ഇലൽ ഇദ്ഗാമി തസ്ഹീലൻ ലിന്നുത്ഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാമു താരീഫിന് ശേഷം അലിഫ് ലാമിന് ശേഷം സൂറത്ത് നൂൻ വരുന്നത് കസീറത്തുൽ വുഖൂഇ ഫിൽ ഖുർആൻ, ഖുർആനിൽ ധാരാളമുണ്ട് എന്നതാണ്. എന്ന് മാത്രമല്ല അത് അഹ്വജു ഇലൽ ഇദ്ഗാം ചെയ്യാൻ കൂടുതൽ ആവശ്യമാണ്. അതിന് തസ്ഹീലൻ ലിന്നുത്ഖി ഉച്ചാരണത്തിനുള്ള സൗകര്യാർത്ഥം, എളുപ്പത്തിന് വേണ്ടി. ബി ഖിലാഫി ലാമിൽ ഫിഅലിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട്. കാരണം ലാമുൽ ഫിഅൽ ഫഹിയ ഖലീലത്തുൽ വുഖൂഇ ഫിൽ ഖുർആൻ, കുറഞ്ഞത് മാത്രമേ ഖുർആനിലുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഇൽഹാറുഹ ലൈസ ഫീഹി മശഖ, അതിനെ ഇൽഹാർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു പ്രയാസമില്ലതാനും. ഏറ്റവും ചുരുക്കി പറയുവാനുള്ള കാര്യം എന്താ? വൽ ഉംദതു ഫീ ദാലിക കുല്ലിഹി, ഇക്കാര്യത്തിലെല്ലാമുള്ള അവലംബം, ആശ്രയം, അത് ഹുവ സമാഉ വൻ നഖൽ, അതാണ് അടിസ്ഥാനമായി നമ്മൾ അറിയേണ്ടത്. സമാഉം നഖലുമാണ്. അതായത് ഭാഷയിൽ അങ്ങനെ പറയപ്പെട്ടു, അത് നമുക്ക് ഇങ്ങനെ കേൾപ്പിക്കപ്പെട്ടു, നമ്മളത് സ്വീകരിച്ചു, നമ്മളിലേക്ക് ഉദ്ധരിക്കപ്പെട്ടു, അങ്ങനെ നമ്മളത് അങ്ങനെ തന്നെ പറഞ്ഞു പോരുന്നു. അത് സമാഉം നഖലുമാണ് ഇതിനൊക്കെയുള്ള അടിസ്ഥാനവും അവലംബവും എന്ന് മാത്രം അറിയേണ്ടതേ ഉള്ളൂ, മനസ്സിലാക്കേണ്ടതുള്ളൂ. അതനുസരിച്ച് അടിസ്ഥാന നിയമം അത് മാത്രമാണ്. അങ്ങനെയാണ് ഭാഷയിൽ പ്രയോഗം. അന്നാസ് എന്ന് അവിടെ ഇദ്ഗാം ചെയ്യുന്നു, ഖുൽ നഅം എന്ന് ഇവിടെ ഇൽഹാർ ചെയ്യുന്നു. അതാണ് അതിൻ്റെ അടിസ്ഥാനമായി മനസ്സിലാക്കുവാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.